ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ ഒരു കമൻറ്റ് ബോക്സ്, ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ഇന്നലെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വന്ന് കാണേണ്ട അനുവേട്ടനാണ് ചോദ്യം. അനുവേട്ടനെ ഉത്തരം പറയണം. എന്തിനാണ് ഈ രാവിലെ ചെണ്ട ഓട്ടം, ഈ മണി കെട്ടണോണം ഈ ടെണ്ണനൊക്കെ വലിച്ചു കൊണ്ടുവരുന്നത്? 4 ആൾക്ക് പുറത്തുനിന്ന് ചായ കുടിക്കാൻ കാശ് ചെലവ്, പെട്രോൾ അടിക്കാൻ കാശ് ചെലവ്, എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. ഈ മണി കെട്ടിയിട്ട് വരികയാണെങ്കിൽ ഈ വണ്ടി വരുമ്പോൾ ഞാൻ വരികയായാലും കുണുക്കൻ വരികയായാലും ഉണ്ണി വരികയാലും കുണിക്ക് 4 ആൾ വരികയാലും ഒരേ പെട്രോൾ ഇപ്പം ഇതിന് വരുന്നുള്ളൂ, ഒരേ ദൂരം ഇതിന് വരുന്നുള്ളൂ. പിന്നെ ഈ അമ്പലത്തിൻ്റെ നടക്കിലാണ് ഈ ചെണ്ടകൊട്ട് പഠിക്കാൻ വരുന്ന സ്ഥലം. അപ്പോൾ കക്കാട് അമ്പലത്തിൽ തൊഴുത് അവിടെ ചെണ്ടകൊട്ട് പഠിച്ച് പിന്നെ ചെണ്ടോട്ടം പഠിക്കുന്നത്. ആ അമ്പലത്തിന്റെ അന്നദാനം തരുന്നതാണ് ഈ ചായ. അപ്പൊ അതിന് നമുക്ക് പ്രത്യേക ഒരു ചെലവ്. നിങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ അന്നദാനം ചായ കുടിച്ച കാശ് കൊടുക്കണോ? ഞങ്ങളുടെ നാട്ടിലൊന്നും കാശ് ആ സംഭാവന ഉണ്ടെങ്കിൽ കൊടുക്കണോണ്ട് കുഴപ്പമില്ല. നമ്മൾ ഉള്ളപ്പോ കൊടുക്കാറുണ്ട്, ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടില്ല ഇതുവരെ. കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അന്നദാനൊക്കെ അവിടെ ഉള്ള എന്തെങ്കിലും നമ്മളോട് പറ്റണത് കൂടുതലൊന്നില്ലെങ്കിലും നമ്മൾ പറ്റണതൊന്ന് കൊടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ള വഴിപാടിനേക്കാൾ എനിക്ക് കൂടുതൽ അന്നദാനത്തിനോടാണ്. വേറെ ഒന്നുമല്ല, അത് പലർക്കും പല ചിന്തയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിശക്കണവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? അല്ലാണ്ട് ഇപ്പൊ 4 ആൾ വന്നിട്ട് മണി കെട്ടിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും മണി കെട്ടിയോണ്ട് സുഖം ഉണ്ടായിട്ടല്ല. പിന്നെ ഇനി വേറൊരു സത്യം പറയുള്ളൂ, നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞാണ് നെഗറ്റീവ്. വേറോട് പറഞ്ഞ ഒരു കാര്യമില്ല. ആ ചൊറിഞ്ഞിരിക്കുന്ന സാധനമാണ്. എന്താ വാഴയാ? അത് പ്രത്യേകം കൂമ്പടഞ്ഞ വാഴയാണ്. അതിങ്ങനെ ഇങ്ങനെ ചൊറിയുമ്പോഴും അടുത്ത് നിൽക്കും. അത് ഈ വാഴയുടെ അലമ്പി ചൊറിയുമ്പോഴും വാഴയ്ക്ക് തിന്നില്ല. അങ്ങനത്തെ പുഴായിരിക്കും. ചിലപ്പോ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോ കിട്ടാറുണ്ടല്ലോ അങ്ങനത്തെ ഇല, ചില സൈഡ് കേടായിട്ടുള്ളത്, അതാ ഈ ടൈപ്പാണ്. അത് പിന്നെ മാറ്റാൻ പറ്റില്ല. എന്താ ചെയ്യാ? പിന്നെ അവനവന്റെ ജീവിതം നല്ലതല്ലെങ്കിൽ അത്യാവശ്യം മറ്റുള്ള ലൈഫ് കാണുമ്പോൾ ഉണ്ടാവും. നിങ്ങളൊരു 5:30 എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുത് എന്റെ മോൻ ചെണ്ടോട്ട് പഠിക്കണു, നിങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് പോണേന് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ? ബുദ്ധിമുട്ടിരിക്കുക തന്നെ പറ്റുള്ളൂ. മോള് ചില ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യത്തിൽ. മണി കൊട്ടാനുണ്ട്. എന്റെ ഭർത്താവ് ഞാൻ അല്ലാണ്ട് വണ്ടി എടുത്ത് പോയില്ലാണ്, ഞാൻ എന്ത് ചെയ്യും? അത് ആളുടെ ഇഷ്ടമാണ്. അത് നിങ്ങൾ അങ്ങനെ ശീലിച്ചു പോയി. അത് ഇനിയിപ്പോ മാറ്റം. അനിലേട്ടനൊരു ക്വസ്റ്റ്യൻ വായിക്കാം. അനിലേട്ടന് അമ്മ മരിച്ചപ്പോ സന്തോഷായില്ലേ? എപ്പോഴും ശോഭയിൽ തന്നെ വിഷു ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? അതെ, തീർച്ചയായിട്ടും. എന്റെ അമ്മ മരിച്ചത്, എന്റെ അമ്മ 94 വയസ്സ് വരെയൊക്കെ ജീവിച്ചില്ലേ? ഞാൻ അതിന്റെ കൂടുതൽ ജീവിച്ചിട്ട് അമ്മ ഒക്കത്തിനാകുമ്പോ പോയതാണെങ്കിൽ ഒന്നും അറിയാണ്ടാണ് അമ്മ പോയിക്കുന്നത്. ഭാഗ്യം. എന്താ വെച്ചാൽ അമ്മയ്ക്ക് പേടിയാണ് മരണം, വയ്യാണ്ട് ഹോസ്പിറ്റൽ ഡോക്ടർ അടക്കം. അമ്മയുടെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അമ്മയുടെ ഡോക്ടർ വന്ന് ഉറക്കത്തിൽ പോയത് നന്നായി. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ വരും. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്താ വെച്ചാൽ അമ്മയ്ക്ക് അത്രയും നല്ല മരണം ദൈവം കൊടുത്തല്ലോ. അതും വേണ്ടാത്തൊരസുഖം അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. വെറുതെ വയ്യാതെ കിടന്ന് അവിടെ പൊട്ടി ഇവിടെ പൊട്ടി പുഴുകരിച്ച് മരിക്കണായിട്ട് നല്ലത് സുഖം മരണമായിട്ടാണ് ഞാൻ കണക്കാക്കണത്. എന്താ വെച്ചെങ്കിൽ ഞാൻ ശോഭയിലേക്ക് പോകേണ്ട മുന്നേ പോയായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ അമ്മ മരിച്ചു വെച്ചിട്ട് സന്തോഷിച്ചിട്ട് പോണതല്ല, മനസ്സിലായി? എൻ്റെ അമ്മ മരിക്കേണ്ട അത് ഓരോരുത്തർക്കും ഒരു സമയം കണക്കാക്കിയിട്ടുണ്ട്. ആ സമയം മരിക്കും. അതിനിപ്പോ ഞാൻ ശോഭയിൽ പോയോണ്ടോ പോയില്ലെങ്കിൽ മരിക്കും. എൻ്റെ അമ്മ മരിക്കാതിരിക്കില്ല. എത്രയും നന്നായി എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് അതൊരു വിഷമമുള്ള ഘട്ടങ്ങൾ പിന്നെ അമ്മേനെയാണ് ചിരിച്ചോ സന്തോഷത്തോടെ കണ്ടിട്ടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ തമാശ അമ്മ ചിരിക്കണം. അമ്മ പിന്നെ അമ്മനെ ചിരിച്ചിട്ടൊന്നും അല്ല. പിന്നെ അമ്മ അമ്മയുടേതായ കാര്യങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാലും അമ്മ കിടപ്പ് എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടും അമ്മ ഒരു 5-8 കൊല്ലമായിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്നാ. അപ്പൊ അതിനൊന്ന് അച്ഛൻ മരിച്ച വശം മരിക്കുക, അമ്മ മരിച്ചു വെച്ചെങ്കിൽ 3 മാസത്തിലും മരിച്ചു വെച്ചെങ്കിൽ അത് അത്രയും പുണ്യം തന്നെയാണ്. മരണം ദൈവം കൊടുത്തു. ഞാൻ ശോഭയിലേക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടണേന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ എന്ത് അല്ലേ? ഞാൻ ശോഭയിലേക്ക് പോകേണ്ട വെച്ചിട്ട് ഇപ്പൊ എന്റെ അമ്മ മരിക്കാതെ വീട്ടുകാരുമായിട്ടുള്ള പിണക്കം മാറിയോ? ഇല്ല. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല. ഞങ്ങൾക്ക് പിണക്കം മാറാൻ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പിണക്കം മാറ്റണമെന്ന് ഞങ്ങൾ രണ്ടുകൂട്ടും ശ്രമിച്ചിട്ടില്ല. അപ്പൊ അത് മാറില്ല എന്നുള്ളതല്ലേ. പിണങ്ങിയിട്ടും ഇല്ല, തല്ലുണ്ടാക്കാൻ ഞങ്ങളുടെ സംസാരം കാരണം ഉണ്ടായിട്ടില്ല. ഓളുടെ അച്ഛനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അമ്മേനെ ആ കൂട്ടി 2 തവണ കണ്ടിട്ടില്ല. നമുക്ക് തല്ലുകൂടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇതിനാണ് ഇപ്പൊ നമ്മൾ മറുപടി കൊടുത്തത്. കുട്ടിയെ ഒന്ന് വായിക്കട്ടെ കമന്റ്. കുട്ടിയെ ചെണ്ട പഠിപ്പിക്കാൻ അച്ഛൻ വന്ന പോലെ എല്ലാവരും കുട്ടി വരേണ്ട ആവശ്യമുണ്ടോ? ആ സമയം അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാമല്ലോ. വീഡിയോയിൽ ആ കുട്ടി എത്ര സമയം വിശന്നിരുന്നു?
അതൊരു തരം അസുഖമാണ്, അല്ലാണ്ട് വിശന്നിട്ടല്ല. മനസ്സിലായി? അവിടെ രാവിലത്തെ 10 മണിക്ക് ഫുഡ് കഴിക്കുന്ന ആളാണ്. ഇവിടെ 7 മണിക്ക് ഇരുന്നിട്ടാണ് ഇന്നലെ വിശപ്പുണ്ട് വേറെ ഒന്നുമില്ല. അമ്പലത്തിൽ ഉപ്മാവ് കഴിക്കാൻ ഇഷ്ടം കൊണ്ട് കുട്ടി പറഞ്ഞതാ, വേറെ ഒന്നുമല്ല. എന്താ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇത്ര ടൈം ഇരിക്കുന്ന കുട്ടിക്ക് ഇഷ്ടമല്ല, ഇങ്ങനെ ഇരിക്കല. നേരം അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിച്ചു വന്നൂടെ ഏകദേശം പറയണത്. എന്റെ കുട്ടീനൊക്കെ എത്ര ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ. അതായത് വീട്ടിലാണെങ്കിൽ ചിലപ്പോ ഈ ഉപ്മാവ് കഴിച്ചൊന്നും വരില്ല, അവർക്ക് വേറെ എന്തെങ്കിലും ഫുഡ് വേണ്ടി വരും. ഇത് അമ്പലത്തിലാകുമ്പോ അവര് ഇഷ്ടത്തിന് എന്താ അമ്പലത്തിന് കിട്ടുന്ന എന്ത് കിട്ടിയാലും അവര് കഴിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാട്ടാ. സംഗീതേച്ചിക്ക് ഇപ്പൊ വലിയ സന്തോഷമായി. അമ്മായിയമ്മ മരിച്ചപ്പോ ഇനി പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഞങ്ങളുടെ അമ്മയ്ക്ക് പൈസ കൊടുക്കണമെന്ന് ആരും പറഞ്ഞു? ഞങ്ങൾ ഈ നിമിഷം വരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അമ്മായിക്ക് കാശ് കൊടുക്കും. അതിന്റെ ആവശ്യം അമ്മയ്ക്ക് ഇല്ല. അമ്മയുടെ അല്ലേ, അമ്മ മരിക്കണ അമ്മയുടെ തിരക്കാൻ പാട്ടിലടക്കം കാശും ഇപ്പൊ സ്വർണം വെച്ചിട്ടാണ് അമ്മ പോയത്. അപ്പോൾ അതിൻ്റെ ആവശ്യം അമ്മയ്ക്കില്ല. കുഞ്ഞിനുമായി ഒന്നിച്ചിട്ടും അവരെ കുറ്റം പറഞ്ഞു ഇട്ട വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ പൊന്നു എൻ്റെ ചാനലിലും ശരിക്കും പ്രശ്നങ്ങൾ ശരിക്കും മാറിയെങ്കിൽ ആ വീഡിയോസ് കുഞ്ഞിനുമായി സംസാരിച്ച് എല്ലാവർക്കും ഡിലീറ്റ് ആക്കിക്കൂടെ, ഹൈഡ് ആക്കിക്കൂടെ ചെയ്തൂടെ? പൊന്നു ഒളിച്ചോടിയപ്പോൾ ഈ കുറ്റം പറഞ്ഞ വീഡിയോ എല്ലാം നിങ്ങൾ ഡിലീറ്റ് ആക്കിയല്ലോ. അതെന്താ? 2 മക്കൾക്ക് 2 നീതി. നിങ്ങളുടെ മക്കളൊക്കെ വളർന്നു വരുമല്ലേ, അവർ നാളെ ഇതൊക്കെ കാണില്ലേ? കൂടോത്രം ഗൂഗിൾ കുഞ്ഞിനെ കിണറ്റിലിടാൻ നോക്കി എന്നൊക്കെ പറയണ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ കാർത്തു ഗൂഗിളിൻ്റെ അടുത്ത് പോണ ഒന്നും പ്രശ്നമില്ലേ? പൈസ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോഴും സ്വന്തം മക്കളെ മോശമാക്കി പറയുന്ന വീഡിയോ നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിലിട്ടുണ്ട്. ഇനി ആ യൂട്യൂബിൽ ആ വീഡിയോ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് കാശ് കിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. സത്യത്തിൽ ഞാൻ ഡിലീറ്റ് ചെയ്യണ എനിക്ക് മറന്നു പോണ ഒരു കാര്യമാണ്. ഇനി ഇഷ്ടമുണ്ടെങ്കിൽ സഹോദരി വിശ്വസിക്കുക, ഞങ്ങൾ 2 മക്കൾക്ക് 2 തീരുള്ള ഇതൊക്കെ ഹൈഡ് ചെയ്തത് അത് പൊന്നു വന്നതിന് ശേഷം അത് ഇതാക്കിയത് കുഞ്ഞിനാണ് ഇതൊക്കെ ചെയ്യാറ്. എനിക്കറിയില്ല. കുഞ്ഞിൻ്റെ തിരക്കുള്ള പൊന്നു എനിക്കതൊന്നും ചെയ്യാറിയില്ല. അവർ വരുമ്പോൾ വേണം അത് ചെയ്യിപ്പിക്കാൻ. അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം നിങ്ങൾക്ക് അറിയില്ല, അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, വീഡിയോ എഡിറ്റ്. സഹോദരി, ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു പരിധി വരെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ, അല്ലാണ്ട് വേണ്ടാന്ന് വെച്ചിട്ടല്ല. അതെന്തായാലും ഞങ്ങൾ കളയാം, അല്ലാണ്ട് അത് കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാശൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കളഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരടുത്ത് ട്രോൾ ചെയ്തും അത് ഈ യൂട്യൂബിൽ അവരോടൊക്കെ കളയാൻ പറയാൻ പറ്റും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കോ പൊന്നിനോ കുഞ്ഞിനോ അങ്ങനത്തെ ഒരു വിഷമം ഞങ്ങളുടെ ഇടയിലില്ല. അത് ഞങ്ങൾ മറന്നുപോയ ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞത് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ആ കുഞ്ഞിന് ചെയ്യും. അതിപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പരസ്പരം ഈ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണവർ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ആ മൈൻഡ് അത് വിട്ടു, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. സ്നേഹം കൊണ്ടാണെങ്കിലും വെറുപ്പുകൊണ്ടാണെങ്കിലും നല്ല നിലയ്ക്കാണ് ഞാൻ അതിനൊരു ആൻസർ നൽകുന്നത്. ശരിയാണ് എന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറയേ എന്തെങ്കിലും ചെയ്യാതിരിക്കാനും എനിക്കറിയാത്തതുകൊണ്ടാണത്. പൊന്നും ഷെബിനും നിങ്ങൾക്ക് പണം തന്ന സ്ഥലം, അതിന് നല്ല റിപ്പോർട്ട് കൊടുത്തു. സംഗീതയെ ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ ഷെബിൻ പിടിക്കാൻ വരാറില്ലേ? അണിയേട്ടനെ സംഗീത ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ ഷെബിൻ പിടിക്കാൻ വരാറില്ലേ? അനിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിരുന്ന് ചൊറിയുന്നത് കേട്ടോ. ആയിക്കോട്ടെ. അണിയേട്ടനെ തിരിക്കുന്നു പറയണം. അപ്പൊ താങ്കളുടെ പേരും അനിൽ എന്നാണ്. അപ്പൊ അണിയേട്ടാന്ന് താങ്കളെ ഞങ്ങൾക്ക് വിളിക്കാലോ അല്ലേ? അണിയേട്ടാ. അപ്പൊ അണിയേട്ട ഷെബിൻ പിടിക്കാൻ വരാറുണ്ട്. എന്താ വെച്ചാൽ താങ്കളുടെ അമ്മേനെ പിടിച്ചിട്ടാണല്ലോ ശീലിച്ചിരിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയാലോ. താങ്കളും ആ മൈൻഡിലൂടെ പോണ ആളായതുകൊണ്ട് താങ്കൾക്ക് അറിയാലോ അല്ലേ? ഓക്കെ. അപ്പൊ അതിന് മറുപടി കൊടുത്തുല്ലേ? നാളെ കുണുക്കം വലുതായി കഴിഞ്ഞാൽ അതിന് കൊടുത്തു. ഇന്നത്തെ വീഡിയോയില് ആ കമന്റിന്റെ അടിയിൽ തന്നെ ഒരാൾക്ക് എഴുതിണ്ട് എന്തൊക്കെ അറിയണല്ലേന്ന്. പൊന്നു സ്ഥലം മേടിച്ച് മുഴുവൻ നിങ്ങൾക്ക് അതും മേടിച്ചല്ലേ? ഷെബിൻ്റെയും ഗോകുലിൻ്റെയും വീട്ടുകാരെ കുറിച്ച് മുമ്പുള്ള പല Q&Aയിലും ആൾക്കാർ ചോദിക്കുമ്പോൾ ചേച്ചി ഭയങ്കര ദേഷ്യത്തോടെ താല്പര്യമില്ലാതെയാണ് അവരെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അവരുമായി കണക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാകും അത്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരെ കുറിച്ച് ചോദ്യം വരുമ്പോൾ ഒന്നുകിൽ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം, അല്ലെങ്കിൽ മാന്യമായി അവരെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയാം. ആ കാര്യത്തിൽ ചേച്ചിയുടെ ഭർത്താവ് പിന്നെ ബോധഡാണെന്നാ
എന്നോട് പുള്ളി നല്ല രീതിയിലാണ് സംസാരിക്കുക. പക്ഷേ ചേച്ചി സംസാരം കേട്ടാൽ അവർ ചേച്ചിയോട് എന്തോ ചെയ്ത പോലെ തോന്നും. നിങ്ങളുടെ പെൺമക്കളെ അവർ തട്ടിക്കൊണ്ടു പോയിട്ടില്ലല്ലോ, അവർ സ്വന്തം ഇഷ്ടപ്രകാരം പയ്യന്മാർക്കൊപ്പം പോയതാണ്. അപ്പോൾ പിന്നെ ചേച്ചി ആ വീട്ടുകാരെ കുറിച്ച് എന്തിനാണ് കുറ്റം പറയുന്നത് ദേഷ്യം ചെയ്യുന്നത്? ചേച്ചിയുടെ സംസ്കാരം കേട്ടാൽ അവർക്ക് പിന്നെ നിങ്ങളുമായി ഒരിക്കലും ഒന്നിക്കാൻ തോന്നില്ല. അത്ര ദേഷ്യത്തോടെ ആയിരിക്കും പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടാൽ മനസ്സിലാവും. ഇന്ന് വരെ ഞാൻ ഷേബിന്റെ വീട്ടുകാരെ വെച്ച് ചോദിക്കുമ്പോഴേ ഞങ്ങൾക്ക് അറിയില്ല, അവരെ പറ്റി ഞങ്ങൾ പറയില്ല. അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ല, അവരെയാണ് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അപൂർവ സ്ഥലങ്ങളില് 1-2 തവണ നമ്മൾ സംസാരിക്കാനോ അതിനൊന്നും നമുക്ക് അവരായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പിന്നെ അവരെ ഗുണം ദോഷം ഞാൻ കുറ്റം പറയും. നിങ്ങൾക്ക് എന്ത് പ്രാന്താണ്? ഗുണം ദോഷം നമുക്ക് അറിയില്ല. ഞാൻ ആരും കുറ്റമില്ല, ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല, കാണാം. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. സത്യസന്ധമായിട്ട് കാര്യം പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഞാൻ നാടകം നടിക്കണം. അയ്യോ അവര് നല്ലത്, ഞാൻ അങ്ങനെയും പറയാറില്ല. ഞാൻ എൻ്റെ രീതിയിലുള്ള പോകുന്ന ഒരാളാണ്. പൊട്ടയായിരിക്കാം, ചിലർക്ക് പൊട്ടയായിരിക്കും, എല്ലാവരും. അപ്പം താങ്കളുടെ സ്വഭാവ രീതി അല്ലല്ലോ എനിക്ക്. ഇപ്പൊ താങ്കള് നെഗറ്റീവും പോസിറ്റീവും താങ്കളിലും ഉണ്ടാവും. അതില്ലാത്ത മനുഷ്യന്മാർ ലോകത്തില്ല. പിന്നെ എന്തായാലും അവരെ കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം പറയട്ടെ, ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഹായ് അമ്മ, ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ ഇല്ല. നിങ്ങളെ എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം മാറ്റി തരും. ഇങ്ങനെ കുട്ടി ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. ഇതേമാതിരി 100-ൽ 10 ആൾക്കാരെ മോളെ പോലെ ഉള്ളവരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതിന് നല്ലൊരു മനസ്സ് വേണം. അങ്ങനെ ചിന്തിക്കാനും അതാക്കാനും ഒരു മനസ്സാണ്. ഈ ചൊറിഞ്ഞിട്ട് വീട്ടിൽ പണിയില്ല, വീട്ടുകാർക്ക് ഭാരമായിട്ട് ഇരിക്കണം കുറച്ചെണ്ണുണ്ട്. ഈ ഇരുന്ന് ചൊറിയാൻ വേണ്ടി മാത്രം ഞാൻ ഇന്നലെ ഒരാളുടെ കമന്റ് ബോക്സ് ആയിട്ടുണ്ട്. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ കാണാറില്ല. അങ്ങനത്തെ ടാലൻ്റാണ്. അല്ലാണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ആളല്ല ഞാൻ. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ മരിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്താ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത്? ഒരു വർഷം ശൂന്യൽ, അതെന്തോ അവരുടെ നാട്ടിൽ പറയണാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ വല്ല വ്യാലായ്മ എന്നാണ് പറയാ. ക്രിസ്മസ്, കുണക്കൻ്റെ പിറന്നാൾ, വിഷു, പൂരം. വിഷുവിന് കണി വെക്കാൻ പാടില്ല, വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല. ആ ചെറിയ മക്കൾ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഇതിൻ്റെ അടിയിൽ എന്താ അയാൾക്ക് അതിന് അവിടെ ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല. സംഗീത ചേച്ചിയുടെ വലിയ തൂങ്ങി നടക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അല്ലേ ആനുവേറ്റിനെ ശ്രദ്ധിക്കാനും കാലം അയാൾ പറഞ്ഞാൽ മതി. എന്താ അപ്പം അതിൻ്റെ കാര്യം മനസ്സിലായി. അത് നിങ്ങൾക്ക് ഈ ചേട്ടനെ പറ്റി അറിയാഞ്ഞിട്ട സഹോദര. ഞാനിപ്പോ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവര് വയസ്സായി മരണമൊക്കെ ഓക്കെ തന്നെയാ പറഞ്ഞിട്ട് അല്ല. ഞാൻ അടുത്ത വർഷം വിഷുവിനുണ്ടോ അല്ലെങ്കിൽ അടുത്ത വർഷം ഓണത്തിനുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഉള്ള കാലം, എനിക്ക് വഹിക്കുന്ന കാലം, എന്നെ കൊണ്ട് പറ്റാവുന്നത് സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും വെച്ചിട്ടില്ല. അപ്പൊ പൊന്നുവിന്റെ വീട്ടില് വെച്ച നമുക്ക് കുഞ്ഞിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞങ്ങൾ വിഷുക്കണി കാണിച്ചത്. അതെന്താ വെച്ചാൽ ഒരു വർഷത്തെ ഒരു ഇതാണ് നമ്മളെ കണി കാണുക എന്നുള്ളത്. അപ്പൊ പൊന്നിനോട് ഞാൻ ഓർമ്മ മക്കളെ അമ്മ വെച്ചിട്ടില്ല, മക്കൾ വിളിക്ക് വിഷുക്കണി കാണുമ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് അച്ഛനമ്മ എനിക്ക് കാണിച്ചത്. 2 പെൺകുട്ടികളും 2 ആളും വിളിച്ച് ഞങ്ങൾക്ക് കാട്ടിയിരുന്നു. നിങ്ങളുടെ മക്കള് പറഞ്ഞാൽ മനസ്സിലാക്കാത്ത മക്കളായിട്ടല്ല, ചെറിയ മക്കളാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പറഞ്ഞിട്ടല്ല, നമ്മൾ എല്ലാ സന്തോഷങ്ങളും അവർക്ക് വേണ്ടി എല്ലാം മാറ്റി വെക്കുക പറഞ്ഞാൽ അത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. ചില കാര്യങ്ങൾ അത് എനിക്ക് സംഗീത ചേച്ചി പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് ശരിയാന്ന് ഞങ്ങൾ ഈ വിഷുവിന് ചെയ്തത് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ തോന്നി. അത് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളുടെ മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അത് ഞങ്ങളുടെ ഒരു സന്തോഷമായിരുന്നു, അത് എടുത്ത് കൊടുത്തു. പിന്നെയെന്ന് പറഞ്ഞാൽ പൊന്നിൻ്റെ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ കണ്ടായിരുന്നു ഇല്ല, അവരൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്നായിട്ട് ഇരുന്ന് കഴിച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 8 വയസ്സിലെ കുട്ടി മരിച്ചു, പ്രായമായിട്ട് വയസ്സായിട്ട് കിടന്നിട്ടാണോ മരിച്ച്, പാമ്പടിച്ചിട്ട് 2 കുട്ടികൾക്ക് മരിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞില്ലേ? നമ്മളിതൊന്നുമില്ല. ഇപ്പം ഈ കൊല്ലം വിഷുവിനെ ഇലയിട്ട കുട്ടികളുടെ അടുത്തോടെ അവരില്ലേ ലോകത്ത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരൊരു പേരും പറഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ എല്ലാ സന്തോഷം കാര്യം കാണുന്നതിൽ എനിക്ക് താല്പര്യം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മേനെ നോക്കുക എന്നുള്ളതാണ് മുഖ്യം.
അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഞങ്ങൾക്ക് വാലായ്മയാണ്, ഒരു കൊല്ലം അത് ചെയ്യാൻ പാടില്ല, അതിന് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പലരും പല ചിന്താഗതിയാണ്. എൻ്റെ ചിന്ത എങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഈ മനുഷ്യന് വില ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആ മനുഷ്യന് നല്ല ചേച്ചിയുടെ വിരലിന്റെ തുമ്പത്ത് പിടിക്കാറുണ്ട്, പറഞ്ഞിട്ടില്ല ഞാൻ അത് പിടിച്ച് തൂങ്ങി നടക്കാറുന്നില്ല. തൂങ്ങേണ്ട ആവശ്യമില്ലല്ലോ. തൂങ്ങി കഴിഞ്ഞാൽ ഞാൻ മൂക്കുത്തി വീഴുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഇതിനേക്കാൾ വെയിറ്റ് ഉണ്ട്. ഗരം മസാലയുടെ വീഡിയോ ഞാൻ ഇടാട്ടോ, ഞാൻ മറന്നതാണ്. പൊടിയൊക്കെ കഴിഞ്ഞു. മസാല നമ്മളെ ഗരം മസാലയും പെരുജീരകവും നല്ല ജീരകം കൂടി പൊടിച്ച് നമ്മൾ വെക്കില്ലേ, അപ്പൊ അതിന്റെ പൊടി എന്തായാലും ഇന്നലെ കഴിഞ്ഞു, ലാസ്റ്റ് ഇന്നലെ എടുത്ത്. അപ്പൊ എന്തായാലും ആ പൊടിക്കുന്ന വീഡിയോ കുറേ നാളെ ചോദിക്കണം, ഞാൻ ചെയ്യാട്ടോ. എപ്പോഴും വീഡിയോ കാണാറുണ്ട്, എല്ലാവരും ഒരുപാട് ഇഷ്ടം. ലവ് യു ഫ്രം മലപ്പുറം എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ചിലത് മനസ്സിലാവുന്നു. ഹായ് ഓയിലിൻ്റെ വീഡിയോ ചെയ്യുമോ? അപ്പം അതിന് ഒരു ഹായ് ഓയിലിൻ്റെ വീഡിയോ ചെയ്യാമോ? അപ്പോൾ അവർ തന്നെ ഹെയർ എക്സ്റ്റൻഷനാണ് വെച്ചിട്ട് നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് എൻ്റെ സഹോദരി, നമ്മളെ ഹെയർ എത്ര സ്വന്തമായിട്ടുണ്ടെങ്കിലും നമ്മൾക്കൊരു അസുഖം വന്നു നമ്മൾ ആ മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ ഹെയർ പോവും. പിന്നെ അത് വരെ കാലം കുറേ പിടിക്കും. അത് ആരുടെയും കുറ്റമല്ല, മനസ്സിലായി. ഞാൻ കഴിച്ചത് ക്യാൻസർ രോഗികൾ കഴിക്കുന്ന പോലത്തെ ഒരു മരുന്നാണ് ഞാൻ 1 വർഷത്തോളം 1.5 വർഷത്തോളം ഞാൻ കഴിച്ചത്. അതിൽ എൻ്റെ മുടി ഇങ്ങനെ പറഞ്ഞു പോവായിരുന്നു. അത് എൻ്റെ കുറ്റമല്ല. ഞാൻ ജനിക്കുമ്പോഴേ മുടിയില്ലാത്ത മുട്ടച്ചിയായിട്ട് ജനിച്ചതല്ല, മനസ്സിലായ. ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ വരാതിരിക്കാൻ ആർക്കും വരാണ്ടിരിക്കട്ടെ, അത്ര ഞങ്ങൾ ചിന്തിക്കണല്ലോ. ഈ പറഞ്ഞ ആൾക്കും വരാണ്ടിരിക്കട്ടെ. ഹെയർ എക്സ്റ്റൻഷൻ തന്നെയാണ്, എക്സൈഡ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലാണ്ട് അടിപൊളിയാണ്, സൂപ്പറാണ്. ഓക്കെ, ഞാനത് മറിച്ച് വെച്ചിട്ടൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിക്കില്ല. ഇതൊക്കെ ഞാൻ ഓപ്പണായിട്ട് തന്നെയാണ് പറയണത്. പിന്നെ എന്താ പറയുക, അത് ഞാൻ കുണുക്കനായാലും പൊന്നിനായാലും കുഞ്ഞനായാലും കുണിക്കുമ്പോഴായാലും നീലപ്രങ്ങാതിയാണ് കേട്ടോ തേക്കാറ് യൂസ് ചെയ്യണത് കേട്ടോ. നിങ്ങളുടെ ചാനൽ സൂപ്പറാണ്, അതിൻ്റെ ഒരു സംശയം വേണ്ട. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വേറെ ഒരു ചാനൽ കാണാൻ ഇടയായി. അവിഹിതം പല തരത്തിൽ എന്ത് യൂണിവേഴ്സിന് വരെ തോന്നി. നിങ്ങളെ പറ്റി കുറ്റം പറയുന്നവരെ നോക്കുകയോ വേണ്ട. പണത്തിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം മാറട്ടെ. എപ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ആയി സന്തോഷമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പൊന്നിന് വിശേഷമായി എന്ന് കേട്ടപ്പോൾ കുഞ്ഞിനും കൂടി വിശേഷമായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു കമൻറ്റ്. നമ്മളെ മനസ്സിൽ സത്യം എനിക്ക് ഒരുപാട് വ്യൂവേഴ്സോ കാര്യങ്ങളോ എൻ്റെ വീഡിയോയിലില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് വ്യൂവേഴ്സില്ല. അതെനിക്ക് നല്ല അറിയാം. നമ്മൾ ഈ കള്ളത്തരം ചെയ്തിട്ട് ചാടി അങ്ങനെ ഒരു ഇതിൽ നടക്കുകയാണെങ്കിൽ നല്ല വ്യൂവേഴ്സും കാര്യമുണ്ട്. പല വീഡിയോസും ഞങ്ങൾ ആ വ്യൂവേഴ്സ് കൂടി ആൾക്കാരെ പറ്റിയിട്ട് അവർ നേരിട്ട് അവരെ കണ്ടിട്ടുള്ള അനുഭവമാണ് നമ്മളോട് പലരും ഷെയർ ചെയ്തത്, മനസ്സിലായി. അപ്പം ഞങ്ങളെ കണ്ടിട്ട് പുറത്ത് കണ്ടിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ വന്നവർക്കറിയാം ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഇത് തന്നെയാണ് ഞങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോഴും കാര്യങ്ങളും. അത് ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാക്കുക, അല്ലാത്തവർ വേണ്ട. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രമായിട്ട് പറഞ്ഞു കേട്ടോ. സംഗീതയുടെ വയ്യായിക്ക് കുറവുണ്ടോ? എഴുതിയതിന് കുറച്ച് തെറ്റാ, കുഴപ്പമില്ല. സംഗീതയുടെ വയ്യായിക്ക് കുറവുണ്ടോ? അനിലേട്ടനോട് വഴക്കിണ്ടല്ലോ കേട്ടോ. കുട്ടികളുടെ സ്കൂൾ തുറക്കാറായില്ല, എല്ലാം വാങ്ങിയോ? റെസിപ്പി പറയുമ്പോൾ പതുക്കെ പറയണം. സോറി, ഞാൻ ഈ സ്പീഡിലുള്ള സംസാരമാണ് പ്രശ്നം. ഞാൻ പതുക്കെ പറയാനാട്ട സത്യം. സോറി, എനിക്കത് ശ്രദ്ധിച്ചേട്ടാ. സോറി കേട്ടോ, ഞാൻ പറയാട്ടാ. നമ്മൾ ഇങ്ങനെയുള്ള സ്നേഹം കൊണ്ടുള്ള തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ തന്നെയാണ് റിപ്ലൈ ആകുന്നേട്ടാ. ഇനി നോക്കാട്ടെ ചേച്ചി. പൊന്നു അമ്മയെ ഒരുപാട് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു മകൾ ആയി ഫീൽ ചെയ്യാറുണ്ടോ? അമ്മയ്ക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പഠിത്തം അതായത് മനസ്സിലാക്കാന്ന് വെച്ചാൽ അവിടെ ഇന്നാൾ ചുരുക്കം പറഞ്ഞാൽ കാർത്തു കുഞ്ഞ് വന്നപ്പോൾ ഇങ്ങോട്ട് നിൽക്കാൻ വരിക.
പിന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം അവളൊരു വീട്ടിൽ പോയിട്ട് ഞാൻ വിളിക്കാകുമ്പോൾ അവൾ വരാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പണ്ട് പൊന്നുവിൻ്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് പോയി നിന്നപ്പോൾ എൻ്റെ ചേച്ചിമാരോടൊക്കെ പോയി ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഇല്ലേ പറഞ്ഞു. അപ്പോൾ അവളിപ്പോൾ പറയാം, അമ്മ അന്ന് എത്ര വിഷമിച്ചു, നിസ്സാരം, അമ്മ അന്ന് എത്ര വിഷമിച്ചു. എനിക്ക് ഇന്നപ്പോൾ മനസ്സിലാണ്, ഇന്ന് ആർത്തുമ്പോൾ അത് എന്നോട് ചെയ്യുമ്പോഴേക്ക് മനസ്സിലാണ് ഞാൻ അമ്മ പണ്ടൊക്കെ വെക്കേഷൻ ഇങ്ങോട്ട് നിർത്താൻ വിടാണ്. അപ്പോൾ എനിക്ക് അമ്മോട് ദേഷ്യം തോന്നാറ്. പക്ഷെ അതെന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കണത്. നമുക്ക് അവരില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ലൈഫിൽ അവര് അതങ്ങനെയാണ്. ഓരോ ഘട്ടങ്ങളാകുമ്പോൾ അവര് കാത്തുമ്മയുടെ ഓരോ വളർച്ചയിലും അവര് അച്ഛനും അമ്മ എന്നുള്ളത് എനിക്ക് ഞങ്ങളും ഷെബിയായാലും പൊന്നുമായാലും അത് ആലോചിക്കും. അത് ആരായാലും ഇപ്പൊ ഞാനായാലും വളർച്ച കൂടി വരുമ്പോ കൂടുതൽ ടെൻഷൻ കൂടും. അവർക്ക് പറ്റിയ തെറ്റുകള് അതുകൂടി ആലോചിച്ചിട്ട് ഞാൻ കുട്ടിക്കാലത്ത് കഴിക്കാത്ത കുറെ തരം ഫുഡുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെടുമായിരുന്നു. അപ്പൊ ഇന്ന് കുടുക്കറോടിക്ക് ദേഷ്യപ്പെടുമ്പോ എനിക്ക് ചെറിയ ഞാൻ ചെയ്തല്ലേ. അപ്പൊ അത്രല്ല, അത് നമ്മളെല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ്. ആ സമയം നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിലാക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഈ ചെണ്ടോട്ടാവാനോടത്ത് ഞങ്ങൾ മാത്രമല്ല നല്ലട്ടോ, ഭാര്യ ഭർത്താവായിട്ട് ഒരു ഇഷ്ടം പോലെ ഉണ്ടല്ലേ. എല്ലാവരും എന്താ വെച്ചാൽ അമ്പലാണ്. അപ്പൊ നമുക്ക് ആ തൊഴുത് രാവിലെ പറ്റണ സമയത്ത്, അത് ഉണ്ണിക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ തൊഴും, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിന്റെ പുറത്തിരിക്കും. അത്രേ ഉള്ളൂ. ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മക്കൾക്ക് കൊടുത്ത സ്ത്രീധനം എങ്ങനെ ജീവിക്കണം എന്നാണ് അവർ അമ്മയെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് പൊന്നുവും കുഞ്ഞുവും അവരുടെ ഭർത്താവിനെ നോക്കുന്നതും. പിന്നെ സ്വന്തമായ വരുമാനം അവർ നേടുന്നു. അല്ലാതെ 100 പവനും കൊടുത്ത് മക്കളെ ജീവിച്ചോ എന്ന് പറഞ്ഞ് അവർ അത് കഴിയുന്നത് വരെ ജീവിക്കും. പിന്നീട് ജീവിതം പെരുവഴിയാകും. ഇപ്പോൾ 2 പേര് സ്വയം അധ്വാനിക്കാൻ പഠിച്ചു ജീവിക്കാനും. എല്ലാ അമ്മയെ കണ്ടാണ് നിങ്ങൾ ഒരു നല്ല അമ്മയാണ്. നിങ്ങളുടെ മക്കളും മരുമക്കളും സൂപ്പറാണ്. തീർച്ചയായിട്ടും അതെനിക്കൊരു സന്തോഷം ഉണ്ട്. ഞാൻ തല്ലുണ്ടാക്കാത്ത ഭാര്യ, ഞാൻ അത്യാവശ്യം അത് പണ്ട് കല്യാണ സമയത്ത് ഞങ്ങള് ഭയങ്കര തല്ലൂട്ടക്കാരായിരുന്നു. പിന്നെ നമ്മള് അന്നത്തെ തല്ലൂട്ടത്തിന് കാരണങ്ങളെ അറിയില്ല. ഇന്നത്തെ വലിയ കാരണമൊന്നും ഉണ്ടാവില്ല. വലിയ കാരണമൊന്നും ഉണ്ടാവില്ല. ചെറിയ അത് ഷെബി പറയാം, നമ്മുടെ വീട്ടിലെ വഴക്കിന് വല്ലവർക്കും പറയാൻ പറ്റും എന്തെങ്കിലും ഒരു കാര്യം. ഇന്നിപ്പോ തല്ലുണ്ടാവണം എന്ന് വെച്ചാൽ അതൊരു ചെറിയൊരു കാരണമായിട്ട് വരും. ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സാരി എന്റെ മേലും തൊട്ടാ മതി, സാരിയുടെ തുമ്പ്. അപ്പൊ ഉണ്ണിക്ക് ചിലപ്പോ ആ സമയാണ് ഇങ്ങനത്തെ കാര്യത്തിനാണ് എന്റെ ഉണ്ണി തല്ലുണ്ടാക്കുക. ഇപ്പോഴല്ല, മുന്നത്തെ കാര്യം. ഇത്ര നല്ല മനുഷ്യനെ ഞാൻ നല്ല മനുഷ്യൻ, ഞാൻ അങ്ങനത്തെ ഒരാളേ അല്ല. ഞാൻ ചെയ്ത കാര്യം, ഞാൻ എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടി തോന്നുന്ന ക്യാരക്ടർ പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മറിച്ചിട്ട് മാറിയില്ല. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് അനിയേട്ടനായിരുന്നു ഇങ്ങനത്തെ സൈക്കിൾ എന്നെ ആരും തൊടാൻ പാടില്ല. എന്റെ വല്യമ്മയുടെ ആരും എന്നോട് മിണ്ടാൻ പാടില്ല, വല്യമ്മയുടെ മക്കൾ മിണ്ടാൻ പാടില്ല, എന്റെ കല്യാണത്തിന് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അനിയന്റെ എൻഗേജ്മെന്റ് പോയതാണ്. 1 മാസം മനുഷ്യൻ ഫോൺ വിളിച്ചില്ല. തറവാട്ടിൽ നിൽക്കുന്ന വീട്ടില് അനിയന്റെ എൻഗേജ്മെന്റിന് പോയി എന്നെ ആരും കൂട്ടത്തിൽ കാണുന്നത് ഇഷ്ടല്ല. എന്നോട് ചോദിച്ചിട്ടുണ്ടാവില്ല. അങ്ങനല്ല, അന്നേരനോട് ചോദിക്കാണ് നമ്മുടെ വീട്ടിലെ ഒരു കാര്യം. അതൊക്കെ എന്നിട്ട് ഇതുപോലെ അനിയന്റെ പാപ്പന്റെ മോളുടെ കല്യാണം കേട്ടോ. പാപ്പന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് വന്നു. ഇനി റിസപ്ഷന് പോകണം. അപ്പൊ കുളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന. അപ്പൊ തൊട്ടപ്പുറത്ത് എന്റെ പാപ്പന്റെ വീട് കേട്ടോ. അപ്പൊ അച്ഛൻ സിറ്റ് ഔട്ടിലാണ് കിടക്കുക. അപ്പൊ അച്ഛന്റെ കട്ടിലിങ്ങനെ കിടക്കുമ്പോ അതിന്റെ അപ്പുറത്താണ് ഞങ്ങളുടെ റൂം. അപ്പൊ കട്ടന്റെ അവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒരു കുട്ടിയാണ്. അപ്പൊ അത് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കടന്നതിന് ശേഷം ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ അങ്ങനെ കടന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ റിസപ്ഷന് പോകുമ്പോ മനുഷ്യന് ചെറുക്കണില്ല, മിണ്ടുന്നില്ല, മോന്ത കാണിപ്പിച്ചു. അപ്പൊ ഞാൻ ഇത് എന്താ ഇങ്ങനെയാന്ന് ചോദിച്ചൂട്ടാ. പിന്നെയാണ് ഞാൻ അറിയണത്. വന്നിട്ട് ചോദിച്ചാൽ എന്താ കാര്യം. എൻ്റെ സാരി തുമ്പ് അയാളുടെ മേത്ത് മുട്ടിന്ന്. അതിൻ്റെ ശേഷം ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വേഷം കെട്ടെടുക്കാൻ തുടങ്ങി. പിന്നെ തിരിച്ച് വേഷം കെട്ടെടുക്കാൻ തുടങ്ങിയതാണ്. സത്യമായിട്ടും ഈ നിമിഷം ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് അനിയന്മാരെ ഒരു സംശയമൊക്കെ ആണ്. പക്ഷേ എൻ്റെ ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്യാം. എനിക്ക് നല്ല സാരി ഉടുക്കാൻ പാടില്ല, നല്ല ചുരിദാർ ഇടാൻ പാടില്ല, ഒരു ഡ്രസ്സ് ഇടാൻ പാടില്ല, ഭംഗി നടക്കാൻ നല്ല സാരിയൊക്കെ വെഡിങ് ക്യാൻസർ മേടിച്ചിരുന്നത്. അത് കൊടുത്തപ്പോൾ അന്നത്തെ 27 വർഷം മുന്നേ ഒരു 3000 രൂപയുടെ സാരി എടുത്തത് എൻ്റെ വെഡിങ് ക്യാൻസർ. എൻ്റെ
അമ്മോട് എൻ്റെ അമ്മയ്ക്ക് കാശ് അയച്ചു കൊടുത്തിട്ട് എൻ്റെ അമ്മോട് അവൾക്ക് അപ്പോഴും എത്രയോ വർഷം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു തുണിക്കടയിൽ പോയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തില്ല. എനിക്ക് എങ്ങോട്ട് പോകാൻ അധികാരമില്ല. എനിക്ക് അനുവേൻ്റെ വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക്, തറവാട്ടിൽ നിന്ന് അനുവേൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ബസ്സിൽ പോകാൻ പാടില്ല, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എന്നെ പോകണം, എന്നെ ആരും കാണാൻ പാടില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. കൊറേ എത്തി കേട്ടപ്പോ ഞാൻ തിരിച്ച് ആ മൈൻഡ് ഞാൻ തിരിച്ചു 15 വയസ്സുള്ളതല്ലേ എവിടെയെങ്കിലും പോയി തട്ടി അടഞ്ഞു വീണല്ലോ വെച്ചിട്ട് അല്ലാണ്ട് വേറെ 10-20 പൈസ എനിക്ക് കണ്ണുകൊണ്ട് എവിടെ പോയി തട്ടി അടഞ്ഞു വീണ വെച്ചിട്ട് ഞാനും തിരിച്ചു വേഷം എടുക്കാൻ തുടങ്ങിയത്. സത്യം പറയാം, ഈ നിമിഷം വരെ എനിക്ക് എന്നെ ഒരു സംശയമില്ല. ഇപ്പൊ എല്ലാരും അച്ഛനെ കൈ പിടിക്കാൻ അച്ഛനെ കവളത്തിങ്ങനെ ഇല്ലേ ഇപ്പൊ കണ്ടാ അച്ഛാന്ന് വിളിച്ചിട്ട് കവളത്ത് വിടുമ്പോ അച്ഛനല്ല ഞാനേ എനിക്കങ്ങനെ വേണ്ട. എന്നെ കണ്ടിട്ട് പിന്നെ വന്നിട്ട് കൈ പിടിക്കണവരുണ്ട്, എന്നോട് വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ ലെവലിൽ അങ്ങനെ എത്തി. പണ്ട് കല്യാണം കഴിഞ്ഞ പുതിയതിലത്തെ കാര്യം പറഞ്ഞിട്ടാ, ഇപ്പോഴത്തെ കാര്യമല്ല. അപ്പൊ ഞങ്ങളുടെ തല്ലോട്ടത്തിന്റെ പിടക്കുന്ന കാര്യം നിങ്ങൾ നോക്കണ്ട, ഒരു പ്രശ്നമില്ലാണ്ടായിരിക്കും. അത് പൊന്നുമായാലും കുഞ്ഞിനായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവര് നല്ല ഭാര്യമാരാണ്. അവരെ ഭർത്താക്കന്മാരെ കാര്യം നോക്കാനും പിടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതിന് അധ്വാനിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ട്. ഡോക്ടറെ കണ്ട് ചെക്കപ്പ് കഴിഞ്ഞോ സംഗീത? കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡോക്ടറെ അടുത്തേക്ക് എനിക്ക് പോകണമെങ്കിൽ 10 കിലോ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ തടി കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യണം. അപ്പോൾ ഡോക്ടറെ ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വേണം നമുക്ക് ഈ തടി കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ. ഞാനതൊക്കെ ചോദിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും ഞാനൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ സാമ്പത്തികം നമുക്കില്ല. അപ്പം നമ്മൾ പരമാവധി പട്ടിണി കിടന്നും ഇന്നലെ ഒരു ചപ്പാത്തി, കുറച്ച് ചിക്കൻ്റെ ചാറൂട്ടാണ്, ഒരിട്ട് ചപ്പാത്തി ഇങ്ങനെ അതൊക്കെ തിന്നിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് കുറച്ച് പോകണം. നമുക്ക് പറ്റാത്ത കാര്യത്തിൽ അതാണ് നമ്മൾ അതിനെ പറ്റി അങ്ങോട്ട് ചിന്തിക്കണില്ല. അത് നമ്മൾ ഞാൻ ഇപ്പോൾ വിദേശത്താണ്, നാട്ടിൽ വന്നാൽ നിങ്ങളെ കാണണം എന്നുണ്ട്, സാധിക്കുമോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ? ഒരിക്കലും ഇല്ല. നാട്ടിൽ വരുമ്പോ പറയുക, നമുക്ക് തമ്മിൽ കാണാം. ഓക്കെ? ഏത് നാട്ടുകാരാണോ അതറിയില്ല. പിന്നെ ഗരം മസാലയുടെ റെസിപ്പി ഇടാമോ അമ്മേ? തീർച്ചയായിട്ടും ഇടാം. നമ്മുടെ ഗരം മസാല കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. സത്യം പറഞ്ഞല്ലോ, ഞാൻ മസാല മേടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ കൂടുതൽ അതിൽ ആഡ് ചെയ്യാറ് എന്താ പറയുക, ഏലക്കായും നല്ല ജീരകമാണ് കൂടുതൽ. പെരുംജീരകത്തിന് കുറച്ച് കൂടുതൽ ഞാൻ നല്ല ജീരകമാണ് കേട്ടോ. അതാണ് എൻ്റെ റെസിപ്പിയിൽ. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. ഞാൻ തന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ സമയം 26 മിനിറ്റ്. ഹായ് ചേച്ചി ചേട്ടാ, എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നെഗറ്റീവായി എടുക്കരുത് രണ്ടും. പൊന്നുവിൻ്റെ വീഡിയോയിൽ പാപ്പൻ്റെ മകൻ അച്ചൂട്ടനെ കണ്ടു. അവൻ കുറച്ച് തടിയാണെന്നാണ് എന്ന് തോന്നുന്നത്. പരമ്പരാണോ അതോ എന്തെങ്കിലും അസുഖം ഏതോ കഴിക്കും? ഒരു അസുഖവും ഇല്ല. ഇതേ എൻ്റെ കുണുക്കനും അവനും ഒരേപോലെ തന്നെയാണ് വരുന്നത്. അത് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യം, അല്ലാണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നെഗറ്റീവായിട്ടൊന്നുമല്ല, ഒരു കുഴപ്പം ഞങ്ങളുടെ മക്കൾക്കില്ല. കുണുക്കനും അവനും ഒരേ രൂപത്തിലാണ് ഞങ്ങൾ 2 മക്കളോട്. പിന്നെ ഈ അച്ഛൻ, അതായത് അന്വേട്ടൻ്റെ അച്ഛൻ മരിക്കണ വരെ തന്നെ 10-115 കിലോ അന്വേട്ടൻ്റെ അച്ഛനായിരുന്നു. 98 വയസ്സ് ആൾ മരിക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ആ അച്ഛനും അമ്മ ഏകദേശം ഒരു 30 കിലോ 35 കിലോയൊക്കെ ഉണ്ടാവുള്ളൂ. 40 കിലോൻ്റെ ഉള്ളിൽ അമ്മ വെയിറ്റ് ഉണ്ടാകുന്നുള്ളൂ. ഞാൻ കല്യാണം കേൾക്കുമ്പോൾ 5 ഉണ്ടായിരുന്നില്ല. ഇരിപ്പതിൻ്റെ ശേഷമാണ് അമ്മ ഒന്നുകൂടി തടി വെച്ചത്. അതുവരെ ആ അമ്മയ്ക്ക് അച്ഛനുണ്ടായ മക്കളെല്ലാം അത് 100ൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ 1-2 ആൾക്കാരെ തീപ്പെട്ടിക്കുള്ളവരുള്ളൂ. ബാക്കിയൊക്കെ നല്ല സൈസുള്ളവരാണ്. അത് ഇവർ അങ്ങനെയാണ്. പണ്ടത്തെ വീഡിയോ അച്ഛമ്മ ഓർ അച്ചാച്ചൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വേറെ ആരും പോയി നിൽക്കാൻ ഇല്ലെന്ന് പറഞ്ഞിരുന്നു. അതെന്താ? അവർക്ക് കുറേ മക്കളുണ്ടായിരുന്നുള്ളൂ. അവർ ആരും ഒരു നേരം ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാതെ. എൻ്റെ വീട്ടിലും അതേ അവസ്ഥയാണ്. അച്ഛമ്മയ്ക്ക് 5 മക്കളുണ്ട്. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയാണ് കാശ് കൊണ്ടും ആളുകൊണ്ടും അച്ഛമ്മയെ നോക്കിയത്. പക്ഷേ അച്ഛമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം മറ്റു മക്കളെയാണ്. അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതിൽ ചെറിയൊരു ചേഞ്ച് ഉള്ളൂ. കാശ് നമ്മൾ കൊടുക്കാറില്ല. അത് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ട് അവരെല്ലാം ആവശ്യത്തിനുള്ളതുകൊണ്ട് പിന്നെ ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. നോക്കണവരെ വേണ്ട, നോക്കാത്തവരോടാണ് കൂടുതൽ ഇഷ്ടം. അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഒക്കെ എൻ്റെ വീട്ടിലും നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ചേച്ചി പറയുന്നത്. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നെഗറ്റീവ് വിചാരിക്കുന്നത് എല്ലാം ഇഷ്ടമാണ്. 4 ഇയർ ആയിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബറാണ്. താങ്ക് യു, ലവ് യു. അപ്പോൾ അത് ചിരിച്ചോടെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല.
അറിയാലോ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നടക്കുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷെ പലരും പുറത്തേക്ക് പറയണില്ല, ഒളിപ്പിച്ചേക്കണം. ഞങ്ങളിത് പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്നു പറയണു. നമ്മൾക്കിപ്പോൾ എന്താ ഞാൻ പറയുന്നത്, നമ്മളൊരു 4 ചായക്കടയുടെ മുന്നിൽ പോയതിട്ട് മറ്റുള്ളവർക്ക് പരിദോഷം, നമ്മളൊരാളുടെ പരിദോഷത്തിന് പോയത് ഞങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന നല്ല കാര്യവും പൊട്ടക്കാര്യവും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം. അല്ലാണ്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ പരിദോഷണം കേൾക്കാനും ഇപ്പുറത്ത് ഒരു വീട്ടിലത്തെ പരിദോഷണം കേൾക്കാൻ ഒരു വീട്ടിലെ പോയി സംസാരിക്കാൻ ഒന്നിലേക്ക് ഞങ്ങളില്ല. പിന്നെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ശോഭയിലേക്ക് പോയി നിങ്ങളുടെ കാശ് ചെലവ് ആർഭാടം എന്ന് പറഞ്ഞാൽ അതുണ്ട് കേട്ടോ. അത് ഇതിൽ കാണാനില്ല, എവിടെയാണോ പോയി കിടക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഞങ്ങൾ ശോഭയിലേക്ക് പോകുന്നത് ഒന്നിനും പൊന്നും ഷെബിയും അവരെ മേക്കപ്പ് സാധനം മേടിക്കാൻ പോകുമ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കും, അമ്മ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്നുണ്ട്, പൂവരെ നമുക്ക് പോകാം. അപ്പോൾ അന്നേരം അവരെ വണ്ടിയിൽ കയറിയിരിക്കും, പോകും. ആ വരുമ്പോൾ വഴിക്ക് ശോഭയിലിറങ്ങും. എന്താ വെച്ചാൽ പൊന്നിനും പോകാൻ വേറെ വീടുകളില്ല, എൻ്റെ മക്കൾക്കും പോകാനും വേറെ വീടുകളില്ല. അപ്പോൾ ഒരു വിഷു ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മക്കളും മാമൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ എങ്ങോട്ടും. എൻ്റെ മക്കൾ രാവും പകലും ട്യൂഷൻ കഴിയാൻ ചെയ്യേണ്ട ഇത് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ചില സമയത്ത് നമുക്ക് ഞങ്ങൾ മുറ്റത്തേക്ക് പോലും കളിക്കാറക്കില്ല എന്നുണ്ടെങ്കിൽ ഈ പാമ്പും അത് പിന്നെ നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്നത് വല്ല ഹിന്ദിക്കാരും കൂട്ടും നമുക്ക് പേടിയാണ്. അപ്പം ഞങ്ങൾ വീടിൻ്റെ ഹാളിലെ റൂം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ ടി വി കാണാം, അവർ കുറേ ചിത്രം വരയ്ക്കും, കുറേ പെയിൻ്റ് അടിക്കും, അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് അവർ ചെയ്യും. അതുകൊണ്ട് അവർക്കൊരു പുറലോകത്ത് പാർക്കിലേക്ക് കൊണ്ടുപോയി 2 ആൾക്കും അലർജിയാണ്, ശ്വാസം മുട്ടും കാര്യങ്ങളും, പൊടിയോ മണ്ണോ ചെളിയോ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് കടലിൻ്റെ അവിടേക്കോ പാർക്കിലേക്ക് അവരെ കൊണ്ടുപോകില്ല. ആകെ കൊണ്ടുപോകുന്നത് ശോഭമാള, ഹൈലൈറ്റ് മാള, അവിടെ കൊണ്ടുപോയിരിക്കും. ചിലപ്പോൾ അവർക്ക് മാത്രം ഫുഡ് മേടിച്ചെടുത്ത് ഞങ്ങൾ വല്ല ചാവിടിച്ചിരുന്ന സമയം ഇഷ്ടം പോലെ ഉണ്ടായി. എപ്പോഴേലും ഞങ്ങളുടെ കാശുള്ള ടൈമാണെങ്കിൽ എപ്പോഴും അതും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഞങ്ങൾ ഇന്നേരം ആരും ഒരു ഫുഡ് മേടിച്ച് കഴിച്ചിട്ടില്ല, പറ്റാറില്ല. എല്ലാവർക്കും മേടിച്ചു തരുന്നത് അവിടുന്ന് കുറച്ചെടുക്കും, ഇവിടുന്ന് ഓരോ ടീസ്പൂൺ ആക്കി. ഇതാണ് ഞങ്ങൾ ഇതിപ്പോൾ ആരോട് ഞങ്ങൾക്ക് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ശോഭ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ തറവാട് വീടായിട്ട് ഞങ്ങൾക്ക് ശോഭ തോന്നാറ്. എന്താ വെച്ചാൽ ഇപ്പൊ പൊന്നു പറഞ്ഞു നമുക്ക് ഇന്ന് സുഖമില്ലാമ്മ ഫാൽക്കന്മാട് വരില്ല പെരുമ്പലാവല്, ഫാൽക്കനിലേക്ക് പോയാൽ പോലെ ചിലപ്പോൾ ഷെബി നമ്മൾ അന്നാലും നമുക്ക് ഇടയ്ക്ക് തൃശ്ശൂർ ഒന്നും എന്തോ ഒരു മാതിര. പിന്നെ ഞങ്ങളുടെ അമ്പലങ്ങളിലേക്ക് പോയി വരുമ്പോഴും ആ വഴിക്ക് വരികയാണെങ്കിൽ ശോഭയിലിറങ്ങി കുറച്ച് നേരം അടിക്കും. ഒന്നുമില്ല, അവിടെ വെറുതെ പോയിരിക്കും. 3-4 മണിക്കൂർ ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ പോയിരിക്കും. പിള്ളേർ അവിടെ നിന്ന് കളിക്കും. എന്തെങ്കിലും തിരക്ക് കുറഞ്ഞ സമയത്താണെങ്കിൽ എന്തെങ്കിലും ഉണ്ണോൾക്ക് മേടിച്ച് കൊടുക്കും, കഴിക്കുന്നുണ്ട്. ഞങ്ങളവിടെ നിന്ന് വർത്താനം പറയും പരസ്പരം. നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് ജോലികളും കാര്യങ്ങളും ആകുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരം കുറയും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോൾ തമ്മിൽ കുറേ തമാശ പറയും, കുറേ ചെറുക്കും, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരും നമ്മുടെ സ്വന്തം. ഇതാണ് ഞങ്ങളുടെ ലൈഫ്. ഇതിന് ചിലവ് നോക്കുകയാണെങ്കിൽ ഈ ചിലവ് ഞങ്ങൾ നോക്കണില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ട ലൈഫിൽ എന്തെങ്കിലും സന്തോഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അത്ര ഉള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഒന്നും കാണാനില്ല. അനിലെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിരുന്ന നെഗറ്റീവ് കമന്റ് മാത്രം ഇടാൻ നിൽക്കുക. അണിലേട്ടൻ അപ്പൊ ഈ പരനാടിന്റെ അവനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അനിലേട്ടൻ അത്ര പാവൊന്നുമല്ല. പക്ഷെ നമ്മളുണ്ടല്ലോ ഒരു ഭാര്യയും ഭർത്താവിൻ്റെ സന്തോഷ ജീവിതത്തിൽ ഒന്ന് പതുങ്ങി നിൽക്കുന്നത് ആ ലൈഫ് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് ഇപ്പോൾ കുടിച്ച് കൂത്താടി വന്ന് 2 അടിയൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ലൈഫാണ് ഒരു ആണത്വം. അതിനെയാണ് നിങ്ങൾ ആണത്വം എന്ന് പറയുന്നത്. ഈ നേരത്തെ തുമ്പ് പിടിക്കുക, ബാക്കിയുള്ള നേരത്തെ 2 തരിക. അപ്പൊ അതാരും കാണുന്നില്ല. അതാണ് ആണത്വത്തിന്റെ ചിഹ്നാണ്. പെണ്ണിനെ ഉപദ്രവിക്കുക, കുടിച്ചു തരിക, ചീട്ട് കളിക്കാൻ മടക്കുക, ഭാര്യമാരോട് രഹസ്യങ്ങൾ ഹൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു ആണിന്റെ ആണത്വം. അത് മനസ്സിലാക്കിയിട്ടാണ് ഇനി മുന്നോട്ട് പോയി. ഇനി ആ ആണത്വം ഞങ്ങൾക്ക് വേണ്ട. ചേട്ടൻ ഒരു കാര്യം പറഞ്ഞെ, ആണത്താന്ന് ഇനി തെളിയിക്കാൻ ഇനി സമയമില്ല, വയ്യ. അതുകൊണ്ട് മനസ്സിലായ ആണത്വത്തിന്റെ പ്രതീകമാണ് 4 എന്റെ വീട്ടിലുള്ളത്. മനസ്സിലായ വാടകയ്ക്ക് എടുത്തത് ആണ് എന്നുള്ള ഒരു തെളിവ് തന്നെയാണ്. ഞാൻ സ്ത്രീ എന്നുള്ള തെളിവ് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള 4 മക്കളും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കത്തിച്ചിരിക്കുന്നു, ഞങ്ങൾ പോകുന്നു. ഓക്കെ, അപ്പൊ ഫുഡ് കഴിക്കണേ ആ വീഡിയോ കൂടി ഇട്ടേ. പൊന്നിപ്പോ വരാന്നുണ്ട്. പൊന്നൂടി വേണ്ടി രാവിലെ എണിച്ച് കുടിച്ചോയോ. അപ്പൊ പൊന്നൂന് എന്തിനാ മണി കെട്ടത്? നമുക്ക് രാവിലെ നേരത്തെ എണിച്ചാൽ കുളിച്ച് അമ്പലത്തിൽ തൊഴുമ്പ് കിട്ടുന്നത് നമുക്കൊരു പോസിറ്റീവ്. പിന്നെ ഇപ്പൊ ഗർഭകാലഘട്ടത്തിന് പൊന്നു നല്ലതാണ്. നമുക്ക് അമ്പലത്തിൽ വരാൻ പറ്റണതും തൊഴാൻ പറ്റണം. അത് മനസ്സിലാക്കണം, പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് ഞങ്ങൾ പോവാം. ബായ് പൊന്നു വരും. ബായ്.